സേവകർ പരിചയപ്പെടുമ്പോൾ സംഘവയസ്സ് എത്ര എന്ന് ചോദിക്കാറുണ്ട്. മുതിർന്നവർ മിക്കവരും 60, 40, 30 വർഷത്തിലധികമായി സംഘത്തിൽ പ്രവർത്തിച്ചു വരുന്നു എന്നാണ് സാധാരണയായി പറയുക. ഈ ഒരു സംഘടനയിൽ ഇത്ര ദീർഘകാലം പ്രവർത്തിക്കുന്നതിനെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് പുറമെയുള്ളവർ പലപ്പോഴും വീക്ഷിക്കാറുള്ളത്. എന്താണ് ഒരു സ്വയം സേവകനെ സംഘത്തിൽ പിടിച്ചു നിർത്തുന്നത്? ഇതര സംഘടനകളിൽ പ്രവർത്തകർ പലരും നേതാക്കളോടുള്ള ആഭിമുഖ്യം, സ്ഥാനമാനങ്ങൾ, സ്വാർത്ഥലാഭം, ആശയാഭിമുഖ്യം, ഭയം എന്നിങ്ങനെ പലവിധ കാരണങ്ങളാൽ ചേർന്ന് നിൽക്കും. ഇതൊന്നും ശാശ്വതമല്ലാത്തതിനാൽ ദീർഘനാൾ സക്രിയരാവുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. സംഘത്തിലാവട്ടെ നായകർ ആരെന്ന് തന്നെ എല്ലാ സ്വയം സേവർക്കും അറിയുക പോലുമില്ല. സംഘത്തിൽ നിന്നാൽ സ്ഥാനമാനങ്ങൾ നേടാനോ അല്ലെങ്കിൽ സ്വാർത്ഥപൂരണമോ ഒന്നും സാധിക്കില്ല താനും. പിന്നെ എന്താണ് നമ്മളെ സംഘത്തോട് ഒരു സ്വയം സേവകരെ ചേർത്ത് നിർത്തുന്നത്? ഉത്തരം 3 അക്ഷരത്തിൽ പറഞ്ഞാൽ പ്രേരണ. നമ്മിൽ 3 തരം പ്രേരണകൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. 1, ആശയം നൽകുന്ന പ്രേരണ. 2, മാതൃകകൾ ചെലുത്തുന്ന പ്രേരണ. 3, സ്വയം പ്രേരണ. പൊതുവായി ഈ 3 പ്രേരണകളുടെയും അടിസ്ഥാനം ഒന്ന് തന്നെയാണ്. അത് സ്നേഹമാണ്. അർത്ഥം സ്നേഹ ബന്ധമാണ് 3 തരത്തിലും പ്രേരണയായി നമ്മിൽ പരിണമിക്കുന്നത്. ആശയവും മാതൃകകളും സ്നേഹം കൊണ്ട് പാലം തീർത്താണ് നമ്മിലേക്ക് കയറിപ്പറ്റുന്നത്. അപ്പോഴാണ് സ്വയം പ്രേരണ നമ്മിൽ രൂപപ്പെടുന്നത്. ആജന്മകാലം സ്വയം സേവകയായി നാം ജീവിക്കുന്നത്.